ഷഡ്ചക്രങ്ങളെപ്പറ്റി ആഴത്തിൽ വിശദീകരിക്കുന്ന വീഡിയോ സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് മണിപൂരക ചക്രത്തെക്കുറിച്ചാണ്. മണി എന്നാൽ രത്നം, പുരം എന്നാൽ നഗരം എന്നീ പദങ്ങളിൽ നിന്നാണ് മണിപ്പുരം എന്ന വാക്കുണ്ടായത്. ദശപത്മ, നാഭി-ചക്ര, സോളാർ പ്ലക്സസ് ചക്ര എന്നിങ്ങനെ പേരിലും ഇത് അറിയപ്പെടുന്നു. ഈ ചക്രത്തിൻ്റെ സ്ഥാനം നാഭിക്ക് മുകളിൽ ഉദരഭാഗത്താണ്. ഇതിൻ്റെ നിറം മഞ്ഞ, മൂലകം അഗ്നി, ചിഹ്നം 10 ദളമുള്ള താമര എന്നിങ്ങനെയാണ്. ഇതിൻ്റെ ബീജമന്ത്രം റം എന്നാണ്. ദൈവികത വിഷ്ണു, ലക്ഷ്മി, രുദ്രൻ എന്നിവയാണ്. നമ്മുടെ ലൗകികവും അലൗകികവുമായ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഊർജ കേന്ദ്രമാണിത്. പരിപാലനത്തിൻ്റെ കേന്ദ്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരുവൻ്റെ വിജ്ഞാനം അഥവാ വിസ്ഡം, അറിവുകൾ, നോളജ്, തീരുമാനം എടുക്കാനുള്ള കഴിവ്, ആത്മവിശ്വാസം, ഊർജ്ജസ്വലത, ഈ തരത്തിലുള്ള വിലയേറിയ രത്നങ്ങൾ ഈ കേന്ദ്രത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ ഇരുട്ട്, അന്ധത, മാലിന്യം എന്നിവ നീക്കി ഊർജവും ചൈതന്യവും ഓജസ്സും പകരുന്നു. തൻ്റെ കോപം, അസൂയ, നെഗറ്റിവിറ്റി, തെറ്റായ വികാര വിചാരങ്ങൾ മണിപ്പൂരത്തിൻ്റെ യാഗ അഗ്നിയിൽ ഹോമിക്കപ്പെടണം. എല്ലാത്തരം ബലഹീനതകളും വിട്ടൊഴിയും. പാൻക്രിയാസ്, അഡ്രിനൽ ഗ്രന്ഥികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. രക്തചംക്രമണ വ്യൂഹത്തെ ഉദ്ദീപിപ്പിക്കുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദഹന വ്യവസ്ഥയെ സംരക്ഷിക്കുന്നു. അതീന്ദ്രിയമായ ഉൾക്കാഴ്ചയ്ക്കും പ്രാണ ഊർജത്തിൻ്റെ ശക്തമായ ആഗിരണത്തിനും ഇതിൻ്റെ ബാലൻസ് വഴിയൊരുക്കുന്നു. പ്ലീഹ, കരൾ, വൃക്ക തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ലക്ഷ്മി ദേവതയായിക്കൊണ്ട് ഈ ചക്രം സമ്പന്നതയെ ആകർഷിക്കുന്നു. എല്ലാത്തരം ഐശ്വര്യവും ജീവിതത്തിൽ കടന്നു വരാൻ ഇതിൻ്റെ പ്രഭാവത്തിൽ സാധ്യമാണ്. മണിപ്പൂരത്തിൻ്റെ ഇംബാലൻസ് ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുന്നു. അമിത ദേഷ്യം, ഭയം, ആത്മവിശ്വാസക്കുറവ്, ദഹനക്കേട്, പ്രമേഹം, അൾസർ, കരൾ രോഗം എന്നിവ ഇതിൻ്റെ അഭാവം അല്ലെങ്കിൽ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്നതാണ്. മണിപ്പൂര ചക്രത്തെ ഉണർത്താനുള്ള ചില വഴികൾ കണ്ടെത്താം. ഒന്നാമതായി ധനുരാസനം, പശ്ചിമോത്താസനം, നൗകാസനം എന്നീ യോഗാസനങ്ങൾ ഇതിനായി നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. രണ്ടാമതായി നല്ലപോലെ ഇളം വെയിൽ കൊള്ളുക എന്നതാണ്. ഓറഞ്ച്, മഞ്ഞൾ, വാഴപ്പഴം എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മണിപ്പൂരക ഉണർത്താനുള്ള ധ്യാന പരിശീലനം കൂടി ഉൾപ്പെടുത്തി ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ശാന്തമായ ഒരു സ്ഥലത്ത് സുഖാസനത്തിൽ കണ്ണടച്ചിരിക്കുക. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂക്കിലൂടെ സാവധാനം ശ്വാസം എടുത്ത് 5 സെക്കൻഡ് അകത്ത് നിർത്തി സാവധാനം പുറത്തേക്ക് വിടുക. നമ്മുടെ ശ്വാസം എന്നത് ശരീരത്തെയും പ്രപഞ്ചബോധത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാകുന്നു. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാവധാനം തൻ്റെ ശ്രദ്ധ നാഭി ചക്രത്തിൽ കൊണ്ടുവരിക. അവിടെ മഞ്ഞ നിറം സങ്കല്പിച്ച് റം എന്ന മന്ത്രം സാവധാനം ഉരുവിടുക. 10-15 മിനിറ്റ് അതിരാവിലെ ധ്യാനം ചെയ്യുക.